നമുക്കിന്നൊരു കുക്കർ ബിരിയാണി അങ്ങോട്ട് ഉണ്ടാക്കിയാലോ? മാർച്ച് 8 വിമൻസ് ഡേ ആയിട്ട് ഷിഫ്റ്റൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ ഓർത്തു ഞാനെന്ന വിമണിന് ഞാൻ തന്നെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്തേക്കാന്ന്. അങ്ങനെ നമ്മൾ ഷാൻജിയോനെയൊക്കെ മനസ്സിൽ ധ്യാനിച്ച് അങ്ങോട്ട് തുടങ്ങുകയാണ്. ചിക്കൻ നമ്മൾ കഴുകി വൃത്തിയാക്കി ചെറിയ പീസുകളായിട്ട് നുറുക്കി അത് കഴിഞ്ഞ് നമ്മൾ അതിലോട്ട് ബാക്കി മസാലപ്പൊടികളെല്ലാം ആഡ് ചെയ്യുവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ചേർത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തു, മുളക് പൊടി ആഡ് ചെയ്തു, മല്ലിപ്പൊടി ആഡ് ചെയ്തു, പിന്നെ നമ്മൾ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്തു കേട്ടോ. അത് കഴിഞ്ഞ് ഉപ്പൊക്കെ ഇട്ട് നല്ലോണമാക്കി. പിന്നെ നമ്മൾ കുറച്ച് യോഗേർട്ട്, നാട്ടിൽ നല്ല തൈരാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്, പക്ഷേ ഇവിടെ അങ്ങനത്തെ തൈരില്ല. നമ്മൾ ഗ്രീക്ക് യോഗേർട്ടും കൂടി ആഡ് ചെയ്തിട്ട് നമ്മൾ നന്നായിട്ട് ചിക്കനിലോട്ട് തേച്ച് പിടിപ്പിക്കുകയാണ്. ഇതെല്ലാം കൂടെ കുഴച്ച് മിക്സ് ചെയ്തിട്ട് നമ്മൾ ചിക്കനിലേക്ക് തേച്ച് മാരിനേറ്റ് ചെയ്യുകയാണ്. കുറച്ച് ഗരം മസാല ഇടാൻ മറന്നുപോയായിരുന്നു, അതും കൂടെ ആഡ് ചെയ്ത് നമ്മളത് മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചു. ബാക്കി സാധനങ്ങളെല്ലാം നമ്മൾ റെഡിയാക്കി കേട്ടോ. അരിയും സാധനങ്ങളെല്ലാ സമയം കൊണ്ട് നമ്മൾ റെഡിയാക്കി കുക്കർ അടുപ്പിൽ വെച്ച് എണ്ണ ഒഴിച്ച് പട്ട, ഗ്രാമ്പു, ഏലക്ക, സ്പൈസസ് ഒക്കെ നമ്മൾ മൂപ്പിച്ചു. അതിനുശേഷം നമ്മൾ കുറച്ച് സവാള അതിലോട്ടിട്ട് വഴറ്റി, പിന്നെ തക്കാളിയും പച്ചമുളകും ബാക്കി സാധനങ്ങളൊക്കെ ആഡ് ചെയ്തു. പിന്നെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ ഇതിലോട്ട് ആഡ് ചെയ്തു. അതൊക്കെ 2 മിനിറ്റ് നമ്മളൊന്ന് വഴറ്റി കൊടുത്ത ശേഷം വെള്ളം ആഡ് ചെയ്ത് പുതിനയിലയും ഇട്ടു. ഈ ആഡ് ചെയ്ത് വെള്ളം ഒന്ന് ചൂടായി വരുമ്പോഴത്തേനും, ഞാൻ ചൂടുവെള്ളമാണ് ഓൾറെഡി ആഡ് ചെയ്ത്, ജസ്റ്റ് ഒന്ന് ഇച്ചിരി കൂടെ ഇതായപ്പോഴത്തേനും ഞാൻ ബാക്കി അരിയും കൂടെ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന അരിയും കൂടെ ആഡ് ചെയ്ത് നമ്മൾ കുക്കർ അടച്ച് വെച്ച് വേവിക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. സൈഡിൽ കൂടെ നമ്മൾ ആ സമയത്ത് സാലഡും കൂടെ റെഡിയാക്കി കേട്ടോ, സർലാസ്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ക്യാഷ്യൂം കിസ്മിസും ഒക്കെ നമ്മളൊന്ന് സോട്ട് ചെയ്തെടുത്തു. കുറച്ച് സവാളയും വറുത്തെടുത്തു കേട്ടോ. ക്യാഷ്യൂ ആണെങ്കിൽ ഉണ്ടാക്കുമ്പോൾ ഒത്തിരി ഉണ്ട്, പക്ഷെ നമ്മൾ കഴിച്ച് അങ്ങ് ഇല്ലാണ്ടായി പോവും. നാട്ടിലും എൻ്റെ സ്വഭാവം ഇത് തന്നെയായിരുന്നു. പിന്നെ നമ്മൾ മുട്ടയും പുഴുങ്ങാൻ വെച്ചു. ഇതൊക്കെ കഴിഞ്ഞ് കുക്കർ നമ്മൾ തുറന്ന് നോക്കി കഴിഞ്ഞപ്പോൾ ഇതാണ് ബിരിയാണിയുടെ ഒരു പരുവം. കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ല, അത്യാവശ്യം രസമുള്ള സംഭവമായിരുന്നു. പിന്നെ നമ്മളിതേ സാലഡും മുട്ടയും ചിക്കനും എല്ലാം കൂടി ഇട്ടിട്ട് നമ്മളിതേ കഴിക്കുകയാണ്. സംഭവം അടിപൊളിയായിരുന്നു. സിമ്പിൾ